السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മൂക മുസ്ലിങ്ങൾ ഭീതിയിലാണ്, ദുർബലതയാണ്. അതുപോലെ തന്നെ നിങ്ങളാണ് ഉന്നതർ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ എന്തുകൊണ്ട് മറ്റു ദുർബലരായ, വിശ്വാസപരമായി ദുർബലരായ, അല്ലെങ്കിൽ തീർത്തും ഇസ്ലാമില്ലാത്ത അതിനിന്ദ്യന്മാരായ ആളുകളാൽ ആക്രമിക്കപ്പെടുകയോ അവർക്ക് കീഴ്പ്പെടുത്തപ്പെടുകയോ ചെയ്യുന്നു? എന്തുകൊണ്ട്? മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഭിന്നിപ്പുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ലോക മുസ്ലിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഖുർആൻ എന്നോ അതിന് പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫലസ്തീനിലെ ഗസയിലെ പ്രശ്നമാണ്. ഗസ എന്ന് പറയുന്നത് ഇന്നുണ്ടായ പ്രശ്നമല്ല. നമുക്കറിയാം, മുമ്പ് നടന്ന ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടനും അമേരിക്കയും നടത്തിയ അവിഹിത ബന്ധത്തിൽ ജനിച്ച ജാരസന്താനമാണ് ഇസ്രായേൽ എന്നാണ് ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. സാധാരണ ജാരസന്താനത്തെ തള്ള വളർത്തും, തന്ത തിരിഞ്ഞു നോക്കുകയില്ല. കാരണം തന്ത അതാണെന്നറിയില്ലല്ലോ, അവനവന്റെ വഴിക്ക് പോകും. പിന്നെ ഈ ജാരസന്താനത്തെ പോറ്റുന്നത് പ്രസവിച്ച തള്ളയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്ത് കാണുന്നത് അവിഹിത ബന്ധത്തിൽ ജനിച്ച ഇസ്രായേൽ എന്ന കുട്ടിയെ അവരുടെ അവിഹിത മാതാപിതാക്കളായ അമേരിക്കയും ബ്രിട്ടനും, തന്തയായ അമേരിക്കയും തള്ളയായ ബ്രിട്ടനും അടക്കം അതിനെ താലോലിച്ച് വളർത്തി ഇപ്പോഴും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഖുർആൻ പറഞ്ഞതുപോലെ കുരങ്ങന്മാരുടെ പിൻഗാമികൾ, പന്നികളുടെ ആളുകൾ, ഇതൊക്കെയാണ് ജൂതന്മാരുടെ പാരമ്പര്യമായി അവരെ ഖുർആൻ വിശേഷിപ്പിച്ചത്. ഈ പന്നിവർഗത്തിന്റെ, അതുപോലെ തന്നെ ഈ വൃത്തികെട്ട കുരങ്ങന്മാരുടെ ആളുകൾ, ഈ ജൂതന്മാർ ലോകത്തുള്ള സർവ്വ അക്രമങ്ങളുടെയും അനീതിയുടെയും വഞ്ചനയുടെയും നെറികേടിന്റെയും ചതിയുടെയും അക്രമത്തിന്റെയും വേണ്ടാത്തരത്തിന്റെയും മൃഗീയം എന്ന് പോലും പറയാൻ പറ്റാത്ത ക്രൂരതകളുടെയും ആകത്തുകയായി ഇസ്രായേൽ വളർന്നിരിക്കുന്നു. ആ ഇസ്രായേലിനെ ലോകത്ത് വളർത്തുന്നതാരാണ്? ഖുർആൻ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ ജൂതന്മാർക്കുമേൽ അള്ളാഹുവിന്റെ നിന്ദ്യത അവർക്കുമേൽ അടിക്കപ്പെട്ടിരിക്കുന്നു. സക്കീനത്തുണ്ട്, വില്ലത്തുണ്ട്, എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല, നട്ടൽ നിവർത്താൻ സാധിക്കുകയില്ല. എങ്ങനെയല്ലാതെ? രണ്ട് സംഗതികൾ ഉണ്ടെങ്കിലല്ലാതെ. ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹ്, ഒന്നുകിൽ ജൂതന്മാർക്ക് നേരെ നിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കയർ വേണം, അല്ലെങ്കിൽ വഹബ്ലുൻ മിനന്നാസ്, മനുഷ്യരിൽപ്പെട്ട ഏതോ ചില ആളുകളുടെ ഒരു കയർ വേണം. എന്നിട്ടും അള്ളാഹു പറയുന്നുണ്ട് അവർ കോപവുമായി പോയവരാണ്, ഫലത്തിന് കീഴിൽപ്പെട്ടവരാണ്, കാരണം അവർ പ്രവാചകന്മാരെ കൊന്നവരാണ്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതാണ്. അങ്ങനെ അപ്പുറവും ഇപ്പുറവും ഇവരുടെ തകരാർ ബന്ധത്തിന്റെ ഇടയിലാണ് അള്ളാഹു പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാതെ ജൂതന്മാർക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഇന്ന് നോക്കൂ, അമേരിക്ക ഇസ്രായേൽ രാഷ്ട്രമെന്ന് പറയുന്നത് സ്വന്തം നിലനിൽക്കാൻ കഴിയാത്ത ഒരു ഞാഞ്ഞൂൽ മാത്രമാണ്. എന്തൊക്കെ ചില പുകമറകളുണ്ട്. ആ പുകമറയല്ലാതെ എന്താണ് അവർക്കുള്ളത്? ഒന്ന് അള്ളാഹുവിന്റെ കയറാണ്. അള്ളാഹുവിന്റെ കയർ എന്നോ അള്ളാഹു മുറിച്ചു മാറ്റി. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു സഹായവും അവർക്കുണ്ടാവുകയില്ല. അതാണ് ഈ ആയത്തിന്റെ തുടക്കത്തിൽ അവസാനത്തിൽ മസ്കനത്ത്, ദില്ലത്ത്, നിന്ദ്യത, ഇതെല്ലാം അടിച്ച് അതിന്റെ അടിയിലാക്കപ്പെട്ട ഒരു വർഗം. അവർ എഴുന്നേറ്റ് നിൽക്കുകയില്ല. അള്ളാഹുവിന്റെ പക്കൽ നിന്നൊന്നും ഉണ്ടാവുകയില്ല. മറ്റൊന്നെന്താണ്? ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു കയർ. ആ കയറിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒന്നുമല്ലാത്ത, വെറും കരിമ്പിന്റെ വില പോലുമില്ലാത്ത ഈ ഇസ്രായേൽ രാജ്യം നിലനിൽക്കുന്നത് മനുഷ്യരിൽ നിന്നുള്ള ഒരു കയർ കൊണ്ടാണ്. ആ കയർ ആരുടേതാണ്? അത് ലോക പോലീസായി അറിയപ്പെടുന്ന, നേരത്തെ പറഞ്ഞതുപോലെ സർവ്വതോന്നിവാസത്തിന്റെയും കൂടാരമായ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും സന്താനമായ ആ ഇസ്രായേലിനെ ഈ രണ്ട് കയറുകളാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. അതിന്റെ ബലപ്രയോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലും അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതാണ് ഒന്നുമല്ല എന്ന് ഇസ്രായേലിനെ കുറിച്ച് മനസ്സിലാക്കണം. എത്ര കാലം ഈ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കയർ നിലനിൽക്കുന്നുവോ അത് അറിവോളം മാത്രമേ ഇസ്രായേൽ രാജ്യത്തിന്റെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അപ്പോ ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെമ്മാടിത്തമാണ്, അക്രമമാണ്, അനീതിയാണ്. അതിനെ ഒരു നിലക്കും പിന്തുണക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഗസയിലുണ്ടായത് എന്താണ് പ്രശ്നം? അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് ആളുകൾ ഒരുപാട് അതിനെ പുകഴ്ത്തി പറഞ്ഞു, ഇന്നും പുകഴ്ത്തി പറയുന്നവരുണ്ടായിരുന്നു. തുടക്കത്തിൽ നമ്മൾ കണ്ടു, ആ ഒക്ടോബർ 7-ന് ഗസയിലെ ഹമാസിന്റെ ആളുകൾ ആക്രമണം നടത്തിയപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കും, ഇവരുടെ പക്കൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. മാത്രമല്ല അവരുടെ വർത്തമാനം എന്തായിരുന്നു? ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് കടന്നാൽ തിരിച്ചു പോവുകയില്ല, അവരുടെ ജീവൻ കാണുകയില്ല, നശിപ്പിച്ചു കളയും
തിരിച്ചു പോകാൻ പറ്റാത്ത നിലക്കിലായിട്ടും അവരുടെ അവസ്ഥ എന്നൊക്കെ നിരന്തരം സ്വാദങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ സന്തോഷിച്ചു, അങ്ങനെ ആവട്ടെ എന്ന്. പക്ഷേ ഇപ്പോഴെന്തുണ്ടായി? ഒരാളുടെ നിന്ദ്യത എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൽ ശത്രുയുടെ പക്ഷത്തുള്ള മഹാദുഷ്ടനായ ഒരു മനുഷ്യൻ. ചില സംഭവങ്ങൾ നമുക്ക് കാണാം. ചില കുട്ടികൾ വന്നപ്പോൾ, നിങ്ങൾ പോകൂ, എന്നെ കൊല്ലാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്റെ ഇടമുള്ള ആണത്തമുള്ള പുരുഷന്മാർ വരട്ടെ എന്ന് പറഞ്ഞതായി ചരിത്രഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ചാകുമ്പോൾ മാര്യതയ്ക്ക് ചാകണമെന്നതാണ് ആ കാഫർ പോലും ആഗ്രഹിച്ചത്. എന്നാൽ മാന്യൻ മാന്യനെ കൊല്ലുമ്പോൾ, വലിയവൻ വലിയവനെ കൊല്ലുമ്പോൾ അതൊരു താഴ്മയാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ഒരു അന്തസ്സത്തിനുണ്ട് ആ മരണത്തിൽ. എന്നാൽ ഏറ്റവും വലിയ നിന്ദ്യനായ ഈ പന്നികളുടെയും അതുപോലെ തന്നെ കുരങ്ങന്മാരുടെയും പിൻഗാമികളായ ജൂതന്മാരാൽ വിശ്വാസികളായ അത്യുന്നതന്മാരാകേണ്ട ഗസയിലെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അതിനേക്കാൾ വലിയ നിന്ദ്യത എന്താണ്? ഇതെന്തുകൊണ്ടുണ്ടായിത്തീരുന്നു? അള്ളാഹു വിധിച്ച മരണം എവിടെയും വന്നെത്തും. സൂറത്തുന്നിസായിലെ അയനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു, നിങ്ങൾ എവിടെയായിരുന്നാലും, പടുത്തുയർത്തപ്പെട്ട കൊട്ടാരങ്ങൾക്കുള്ളിലായിരുന്നാലും ശരി, മരണം നിങ്ങളുടെ കിടപ്പറയിലേക്ക് വരും എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ, ഇബ്നു ജരീർ തബരി, മുജാഹിദ് റഹിമഹുല്ലാ താബിയായ പണ്ഡിതൻ ഉദ്ധരിച്ച ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ആ കഥ? തന്റെ കൊട്ടാരത്തിലെ യജമാനത്തി പ്രസവിച്ചിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇബ്നു കസീർ കൊടുത്തതിലുള്ളത് ഒരു പെണ്ണ് പ്രസവവേദന കിട്ടി. അപ്പോൾ ആ പെണ്ണ് പ്രസവിച്ചു പൊക്കിൾ കൊടി മുറിക്കാൻ വേണ്ടി വേലക്കാരനെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വേലക്കാരൻ വരുന്നു, ആ വീടിന്റെ വാതിൽപ്പടിക്കലെത്തുന്നു. വാതിൽപ്പടിക്കലതാ വേറെ ഒരാൾ നിൽക്കുന്നു. അയാൾ ചോദിച്ചു, എങ്ങോട്ടാണ്? ഞാൻ ഇന്ന പണിക്ക് പോവുകയാണ്. എന്താണ് പ്രസവിച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ വന്ന ആള് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പെൺകുട്ടിയാണ് പ്രസവിച്ചത്. അപ്പോൾ ഈ വന്ന വാതിൽക്കൽ നിൽക്കുന്ന ആള് ഈ പൊക്കിൾ കൊടി മുറിക്കാൻ വേണ്ടി വന്ന അടിമയോട്, യജമാനനോട്, കൂലിക്കാരനോട് പറഞ്ഞു, ഈ പ്രസവിച്ചത് പെണ്ണാണെങ്കിൽ ആ പെണ്ണ് വളർന്നു വരും, നല്ല സുന്ദരിയാകും, അവളെ ഒരു വേലക്കാരൻ കല്യാണം കഴിക്കും, കൂലിക്കാരൻ കല്യാണം കഴിക്കും, അവളുടെ വേലക്കാരൻ. അതുപോലെ തന്നെ അവൾ സുന്ദരിയായിരിക്കും, നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയായിരിക്കും. പക്ഷേ 100ഓളം ആളുകളുമായി ഈ പെണ്ണ് വ്യഭിചാരത്തിൽ ഏർപ്പെടും. എന്നിട്ടാണ് ഈ അടിമ കൂലിക്കാരൻ തന്നെയായിരിക്കും ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് എന്ന് പറയുന്നത്. ആ പറഞ്ഞ ആൾ തിരിച്ചുപോയി. പൊക്കിൾ കൊടി മുറിക്കാൻ വേണ്ടി വന്ന കൂലിക്കാരൻ അവൻ ഇത് കേട്ട് വെപ്രാളപ്പെട്ടു. അവൻ വ്യഭിചാരത്തെ രക്ഷപ്പെടുന്നവനല്ല. അവൻ ചെന്നു പൊക്കിൾ കൊടി തീ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അതിൽ കാണുന്നത് തീ കരിച്ചു കളയാനായിരിക്കും, അള്ളാഹു ആലം. പക്ഷേ ഈ കുട്ടി വളർന്നു വന്നാൽ ഞാൻ ഇവളെ കല്യാണം കഴിക്കേണ്ടി വരുമെന്നാണല്ലോ ഇയാൾ പറഞ്ഞത്. അതില്ലാതിരിക്കാൻ പൊക്കിൾ കൊടി മുറിക്കുന്നിടത്ത് വയറ് ഇയാൾ കീറി. അങ്ങനെ അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഉമ്മ കുട്ടിയുടെ വയറ് തുന്നുകയും അങ്ങനെ കുട്ടി നന്നായി വളരുകയും ചെയ്തു. നല്ല സുന്ദരിയായി, നല്ല അറിയപ്പെട്ട ആളായി മാറി നാട്ടിൽ. ഇയാൾ 20 വർഷത്തിന് ശേഷം നാട് വിട്ട് കടൽ കടന്നു പോയ രാജ്യത്ത് വലിയ പണക്കാരനായി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വന്നു. ഈ കൂലിക്കാരൻ പൊക്കിൾ കൊടി മുറിക്കാൻ വന്ന ആൾ. അങ്ങനെ അവൻ നാട്ടിൽ വന്നൊരു കിഴവിയോട് പറഞ്ഞു, എനിക്കൊരു പെണ്ണ് വേണം, നീ അന്വേഷിക്കുക. ഈ പറഞ്ഞ പെണ്ണിനോട് ഇക്കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരുത്തരുണ്ട്. അവൾ അംഗീകരിച്ചു. അങ്ങനെ വിവാഹം നടന്നു. ആദ്യ രാത്രിയിൽ രണ്ടുപേരും കണ്ടുമുട്ടി. ഈ പെണ്ണിന് ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യമായി. അങ്ങനെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. ഈ പെണ്ണ് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാണ്, എവിടുന്ന് വന്നവനാണ്, നിന്റെ പഴയ കഥ എന്താണ്? അപ്പൊ പണ്ടത്തെ കഥ ഇങ്ങനെ പൊക്കിൾ കൊടി മുറിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വയറ് കീറിയതും അങ്ങനെ പോയതും തിരിച്ചു വന്നതും ഒക്കെ വിശദീകരിച്ചു. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ആ പെണ്ണ് ഞാനാണ്. ഇയാൾ ഞെട്ടി ചോദിച്ചു, എങ്കിൽ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? കാരണം മറ്റേ വന്നാളെന്താ പറഞ്ഞത്, 100ഓളം ആളുകൾ വ്യഭിചരിക്കും. അപ്പൊ ഇയാൾ ചോദിച്ചു, നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ആ കുറച്ചൊക്കെ വ്യഭിചരിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ വീണ്ടും ചോദിച്ചു, 100 ആളുണ്ടാകുമോ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഒരു ഏകദേശം 100 ആളുകൾ ഞാനുമായി വ്യഭിചരിച്ചിട്ടുണ്ട്. എങ്കിൽ ആ പെണ്ണ് നീയാണ്, നീ പറഞ്ഞത് ശരിയാണ്. രണ്ടാമത്തത്, നീ 8 കാലിയാൽ കൊല്ലപ്പെടും എന്നാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. നിന്റെ മരണം 8 കാലിയെ കൊണ്ടായിരിക്കും. പക്ഷെ രണ്ടുപേരും വളരെ ഇഷ്ടപ്പെട്ടു. വ്യഭിചാരം ഇഷ്ടപ്പെടാത്ത ഈ മനുഷ്യൻ 100 ആളുകളെ വ്യഭിചാരിച്ച പെണ്ണാണെങ്കിൽ പോലും അവളെയും അവൾക്ക് ഇവനെയും ഇഷ്ടപ്പെട്ടു. തുടർന്നു വിവാഹ ജീവിതം. അങ്ങനെ ഇവൻ വിചാരിച്ചു, ഒരു 8 കാലിയും ഒരു പ്രാണിയും കടക്കാത്ത വലിയൊരു വീടുണ്ടാക്കണം. അങ്ങനെ വമ്പിച്ചൊരു വീടുണ്ടാക്കി. ആ വീട്ടിൽ അവർ ഒരു പ്രാണിയും കടക്കാത്ത വീട്ടിൽ സുഖമായി ജീവിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ടാളും ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു 8 കാലി നൂലിൽ മുകളിൽ നിന്ന് താഴോട്ട് തൂങ്ങി. അപ്പോൾ ഈ പെണ്ണ് ചോദിച്ചു, ഇതാണോ നിങ്ങൾ പറഞ്ഞ 8 കാലി? അതെ, ആയിരിക്കാം. എങ്കിൽ ഞാൻ തന്നെ 8 കാലിയെ കൊല്ലും. ആ പെണ്ണ് എഴുന്നേറ്റ് കാൽവിരൽ കൊണ്ട് 8 കാലിയെ ചവിട്ടിക്കൊന്നു. അങ്ങനെ ചവിട്ടിക്കൊന്നപ്പോൾ 8 കാലിയുടെ വിഷം, 8 കാലിന്റെ കൂട്ടത്തിൽ പലതരത്തിലുള്ള 8 കാലികളുണ്ട്, അതിന്റെ വിഷം താലിന്റെ തള്ളവിരലിലേക്ക് ആ വിഷം അല്പം ഇറങ്ങി. അങ്ങനെ മാംസം പഴുത്ത് ആ പെണ്ണ് മരിച്ചു. ഇതാണ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ച തൊബരി റിപ്പോർട്ട് ചെയ്ത താബി പണ്ഡിതനായ മുജാഹിദിൽ നിന്ന് റിപ്പോർട്ട്. ഇതിന്റെ വസ്തുത എന്തെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഇത് ഉദ്ധരിച്ചത് എന്തിനാ? മനുഷ്യൻ എവിടെയാണെങ്കിലും അവൻ മരണം വന്നെത്തും. കണ്ടോ, എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കിയിട്ടും ഒരു 8 കാലിയെ തടുക്കാൻ മനുഷ്യൻ സാധിച്ചില്ല. അവിടെ മരണം വന്നെത്തി. ഈ സംഭവം ഈ അടുത്ത് ഞാനൊരു ലേഖനം വായിച്ചു അറബിയിൽ. അതിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങൾ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ഈ 8 കാലിയാൽ ഇത്രയൊക്കെ വലിയ കൊട്ടാരം പടുത്ത മനുഷ്യൻ മരിച്ചുവെങ്കിൽ
എവിടെയും മരിക്കാം. വെട്ടുകാലിയുടെ കടി കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് മരിക്കുക ഇതൊരു നിന്ദ്യതയാണ്. ഇതുപോലെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന അഹ്ഖറുന്നാസ്, മനുഷ്യരിലെ ഏറ്റവും വലിയ അധമനാൽ 10,000-കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു. ഇതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടായിത്തീർന്നു എന്നതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇസ്രായേൽ ഗസക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിയുന്നതിന്റെ പരമാവധി ഭക്ഷണം കൊടുത്തും വസ്ത്രം കൊടുത്തും വീട് കൊടുത്തും ടെന്റ് കൊടുത്തും പുതപ്പ് കൊടുത്തും അരി കൊടുത്തും റൊട്ടി കൊടുത്തും വെള്ളം കൊടുത്തും അവരുടെ പുനരുദ്ധരിപ്പിച്ച് ജീവിക്കാൻ നിലനിൽക്കുമ്പോൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ലോഡ് കണക്കിന് ഭക്ഷണങ്ങൾ വഹിച്ച വണ്ടികൾ നിരയായി പോകുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിർത്തി തുറക്കപ്പെട്ട് കടക്കാൻ സമയം കിട്ടിയതിനു ശേഷം. രണ്ടാമത്തേത്, അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ സാധിക്കുമോ അങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി അങ്ങേയറ്റം പണിയെടുക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. രണ്ടാമത്തേത്, ഖത്തർ ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. എന്നാൽ ഇവിടെ സൗദി അറേബ്യയെ പോലുള്ള തൗഹീദിന്റെ രാജ്യങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാ നൂലും അവർക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന വളരെ നീചമായ ശൈലികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഗസയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ വീമ്പുകളൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ഇസ്രായേലിനും ഗസയിലേക്ക് കടക്കുകയില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇപ്പോൾ സ്ഥിതി എന്തായി? ഗസയിലേക്ക് വന്ന ഒരു ഇസ്രായേൽ സൈന്യനും തിരിച്ചു പോകാത്ത അവസ്ഥയുണ്ടായി. നേരെ വിപരീതാവസ്ഥ. ഇപ്പോൾ ഇതാക്കണ ഖാൻ യൂനിസിൽ നിന്ന് 4 മാസം വധിച്ചതിനു ശേഷം റോഡുകൾ മാന്തിക്കിളച്ച് അതിനെ ചാലാക്കിയതിനു ശേഷം ബിൽഡിംഗുകൾ മുഴുവൻ ചുട്ടുകരിച്ച് തകിടുപൊടിയാക്കിയതിനു ശേഷം വാസയോഗ്യമല്ലാതെയാക്കിയിട്ടാണ് 4 മാസം പിന്നിട്ട് ഖാൻ യൂനിസ് എന്ന് പറയുന്ന ഗസയിലെ പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ സൈന്യം തിരിച്ചുപോയി. എന്തിനു തിരിച്ചുപോയി? അത് ലക്ഷ്യമെന്തെന്നറിഞ്ഞുകൂടാ. അതാണ് നാടിന്റെ അവസ്ഥ. നിലനിൽക്കുന്ന കെട്ടിടങ്ങളില്ല, ആളുകൾക്ക് പാർക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗുമില്ല. അങ്ങനെ ഗസ എന്ന് പറയുന്നത് മരുപ്പറമ്പ് എന്ന് പോലും പറയാൻ പറ്റാത്ത മരുപ്പറമ്പിൽ ടെന്റ് കെട്ടാം. ഗസയിൽ നിന്ന് ടെന്റ് കെട്ടാൻ ഇടമില്ല. ഇതുപോലെ കൂറ്റൻ തൂണുകളും വലിയ കമ്പികളും കോൺക്രീറ്റ് കാലുകളും കട്ടകളും കൊണ്ട് നിറഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന പുകം കൊണ്ട് മലിനമായ പൊടി പറക്കുന്ന ഒരിടം പോലുമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഗസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗസയിലെ ജനവാസികളിൽ 85% വരുന്ന 2.4 മില്യൺ, അതായത് 25 ലക്ഷം മുസ്ലിങ്ങൾ ഇന്ന് ഗസയിൽ നിന്ന് പലായനം ചെയ്തു പോയിരിക്കുന്നു. എന്താ നേരത്തെ പറഞ്ഞത്? ഇസ്രായേലിയൻ പട്ടാളം ഗസയിലേക്ക് വന്നാൽ തിരിച്ചു പോകാൻ അനുവദിക്കുകയില്ല. ഇപ്പൊ എന്തുണ്ടായി? ഈ 85% ഗസയിലെ പലസ്തീനികൾ നാട് വിട്ടു പോകേണ്ടി വന്നു. എന്താ ഉണ്ടായത്? അതുപോലെ 32,207 മനയാന്നത്തെ കണക്കാൻ നെറ്റിൽ നോക്കിയാൽ കിട്ടും. യുഎന്റെ കണക്ക് മറ്റു കണക്ക് നോക്കിയാൽ 32,007 ആളുകൾ ഗസയിൽ മരിച്ചു വീണു. മുറിവേറ്റ ആളുകൾ 75,933. 3 ദിവസമുള്ള കണക്ക്. 1,10,000 വരെ 10,000-അപ്പുറം ആളുകൾ അവിടെ ഈ അവസ്ഥയിലാണ്. യുഎൻഎയുടെ കണക്കനുസരിച്ച് 9,000 പെണ്ണുങ്ങൾ വധിക്കപ്പെട്ടു, 9,000 സ്ത്രീകൾ, അതുപോലെ തന്നെ 13,000 കുട്ടികൾ മരിച്ചു. അപ്പൊ മരിച്ചവരിൽ 33-ൽ 22 അതിന്റെ 3-ൽ 2 സ്ത്രീകളും കുട്ടികളുമാണ്. ബാക്കിയുള്ളത് രോഗികളും വൃദ്ധന്മാരും, ഓടാൻ കെൽപ്പില്ലാത്തവർ. അതുപോലെ തന്നെ 7,000-ലധികം ആളുകൾ കെട്ടിടത്തിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി പുറത്തു കിടക്കാൻ വഴിയില്ലാതെ, വെള്ളവും ഭക്ഷണമില്ലാതെ, തന്റെ കരച്ചിൽ പോലും കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ 7,000 ആളുകൾ കെട്ടിടങ്ങൾക്കിടയിൽ നശിച്ചു. ഇതൊക്കെ യുഎൻഒയുടെ കണക്കാൻ. യഥാർത്ഥ കണക്ക് അതിനപ്പുറത്തുണ്ടാവും. സഹോദരന്മാരെ, ഇതാണ് ഇന്ന് ഗസയിലെ അവസ്ഥ. ഭൂമിയില്ല, വീടില്ല, പള്ളിയില്ല, ആശുപത്രിയില്ല, ക്ലിനിക്കുകളില്ല, കോടതിയില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ല. മരുപ്പറമ്പ്. മനുഷ്യൻ കിടക്കുന്നത് മൂത്രവും മലവും കലർന്നൊഴുകുന്ന ചളികളിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച് അവിടെ ഒരു ചെറിയ വട്ടത്തിൽ 15 ആളുകൾ വരെയുള്ള ആളുകൾ, ആണും പെണ്ണുമടക്കം കുടുംബങ്ങളും അല്ലാതെയും താമസിക്കുന്നു. ഇതാണ് ഇന്ന് ഗസയിലെ അവസ്ഥ. നോക്കൂ, ഈ അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? ഈ പറഞ്ഞ വീര്യം മുഴക്കിയ, വീമ്പ് പറഞ്ഞ ആളുകൾ അവിടെ പോയി. ഇന്ന് കാണുന്ന ഇത്തരം ഒരു സാഹചര്യം ഇത് ഇസ്ലാമിക യുദ്ധമാണെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു ഇസ്ലാമിക യുദ്ധം നടത്തിയിട്ടുണ്ടോ? ഞാൻ ഇതിനിടയ്ക്ക് ഈ ഹമാസിന്റെ സ്ഥാപക നേതാവായ അഹമ്മദ് യാസീന്റെ ജന്മദിനമോ മരണദിനമോ ആയി ബന്ധപ്പെട്ട എന്തോ ഒരു ദിവസത്തിൽ വലിയ ഇത്തരം മദ്ഹുകൾ പാടിയപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ ചോദിച്ചു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ യുദ്ധം നടത്തിയിട്ടുണ്ടോ? അതായത് സ്വന്തം നാട്ടിലെ ജനങ്ങളെ കൊലക്ക് വിട്ടുകൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളിഞ്ഞിരുന്ന് നടത്തിയ ഏതൊരു യുദ്ധമാണ് നമുക്ക് കാണാൻ സാധിക്കുക? അങ്ങനെ ഒരു യുദ്ധമേ ഇസ്ലാം നടത്തിയിട്ടുള്ള. ഗസയിൽ സുരക്ഷിതരായി നിലകൊള്ളുന്നത് ഭൂമിക്കടിയിൽ തണലിൽ വസിക്കുന്ന ഹമാസിന്റെ യോദ്ധാക്കൾ മാത്രമാണ്. അവരിൽ തന്നെ 1000-കണക്കിന് കൊന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു.
ഏതോ ആകട്ടെ അവർ മാത്രമാണ് സുരക്ഷിതർ. ഇങ്ങനെ ഒരു യുദ്ധം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ആദ്യ നബി സുരക്ഷയൊരുക്കിയത് യുദ്ധത്തിന് പോകാൻ പറ്റാത്ത കുട്ടികൾ, സ്ത്രീകൾ, പ്രായം ചെന്നവർ, രോഗികൾ, ഇവർക്ക് സുരക്ഷയൊരുക്കാത്ത ഒരു യുദ്ധവും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. മദീനയിൽ നടത്തിയ 2 യുദ്ധമാണ്. ഒന്ന് ഉഹദ് യുദ്ധത്തിൽ ഇബ്നു സയ്യിദ് തബഖാത്തിൽ മറ്റും ഉദ്ധരിച്ച് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൽ യുദ്ധം ചെയ്യുമ്പോൾ പിൻഭാഗത്ത് മദീന പള്ളിയുടെ അപ്പുറത്തുള്ള മദീനയിലെ നിവാസികൾ താമസിക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ദുർബലരായ ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആളുകളെ നിയമിച്ചിരുന്നു. മറ്റൊരു യുദ്ധം ഖന്തഖാണ്. ഖന്തഖ് മദീനയിൽ ഐർ, സൗർ 2 മലകൾ, ഒരു ഭാഗത്ത് ഉഹദ്, മലയില്ലാത്ത ഭാഗത്ത് കിലോമീറ്റർ കണക്കിൽ ദൂരം കിടങ്ങ് കുഴിച്ച് സുരക്ഷയൊരുക്കി. എന്നിട്ടോ പിൻഭാഗത്ത് മദീനയിൽ 7 പള്ളി എന്നൊരു സ്ഥലം കാണാറുണ്ട്. ആ കുന്നിനാണ് സെൽ എന്ന് പറയുന്നത്. ആ കുന്നുകൾക്കപ്പുറത്തുള്ള കോട്ടകളിൽ കുട്ടികളെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും പാർപ്പിച്ചു. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു റിപ്പോർട്ട് അനുസരിച്ച് 20 ആളുകളുടെ ഒരാൾ സാഹിബിന്റെ നേതൃത്വത്തിൽ, മറ്റൊരാളത്തിൽ 300 ആളുകൾ, 500 ആളുകളെ മദീനയിലെ ദുർബലക്കാക്കാൻ കിടങ്ങൾക്ക് നീളമത്രയും കാവൽ നിന്ന പട്ടാളക്കാരായ മുസ്ലിങ്ങൾക്ക് പുറമെ 500 ആളുകൾ 2 ബാച്ചായി പ്രവാചകൻ നിർത്തി. എന്തിനാണ്? കിടങ്ങ് ചാടി ശത്രുക്കൾ ഉള്ളിലേക്ക് വന്നാൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടരുത്. നോക്കൂ, ഇസ്ലാം ദുർബലരായ ഭാര്യമാർക്കും മക്കൾക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും വേണ്ടി ഒരുക്കിയ സുരക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെയൊക്കെ അവിടെ വിട്ട്, ഉഹദിലും അവിടെ വിട്ട് അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഐർ, സൗർ, ഉഹദ്, മദീനയുടെ ചുറ്റുഭാഗത്ത് കാണുന്ന കൂറ്റൻ മലമുകൾക്ക് കയറി നിന്നിട്ട് നിങ്ങൾ വന്ന് എന്തോ ആയിക്കോളി, ഞങ്ങളെ തൊടാൻ കഴിയില്ല എന്ന് വീമ്പളക്കി നിൽക്കാമായിരുന്നു. പ്രവാചകൻ അപ്പണി ചെയ്തിട്ടില്ല. പ്രവാചകനും സഹാബത്തും യുദ്ധക്കളത്തിലിറങ്ങി. എന്നിട്ട് സ്ത്രീകളെ ബാക്കിലാക്കി, കുട്ടികളെ ബാക്കിലാക്കി, വീട്ടിലാക്കി, മലയിലാക്കി അവർക്ക് പ്രത്യേക സംരക്ഷണം ഒരുക്കി. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നബി ദുർബലരെ മുന്നിലെറിഞ്ഞ് ജനങ്ങളെ മനുഷ്യമറയാക്കി നിർത്തി ഗസയിൽ നടക്കുന്ന ഒരു യുദ്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഡസൻ കണക്കിന് യുദ്ധങ്ങളിൽ ഒരു ചെറുതിൽ പോലും അത്ര ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് 2010-11 വർഷങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ തുടങ്ങിയ മുല്ലപ്പൂ വിപ്ലവം, അതിൽ നിന്ന് പിന്നെ പേര് മാറി വന്ന റബീഉൽ വിപ്ലവം, റബീഉൽ അറബി, അറബ് വസന്തം, ഈ 2 വിപ്ലവങ്ങളുടെ പേരിൽ എന്തുണ്ടായി ലോകത്ത്? തുണീഷ്യയിൽ ആരംഭിച്ച വിപ്ലവം അത് പിന്നീട് ലിബിയയിലേക്കും ഈജിപ്തിലേക്കും അതുപോലെ തന്നെ യമനിലേക്കും പിന്നെ മൊറോക്കോയിലേക്കും അവസാനം സിറിയയിലേക്കും ലക്ഷക്കണക്കിന് സുന്നികളായ 10,000-കണക്കിന് സുന്നികളും സലഫികളുമായ ആളുകൾ കൊല്ലപ്പെടാൻ കാരണമായി സിറിയയിൽ. അങ്ങനെ തുടങ്ങിയിടത്തെല്ലാം നാശത്തിൽ കലാശിച്ചു. ഇതിന് മീഡിയ നിരത്തി, പത്രങ്ങൾ നിരത്തി, വെണ്ണക്ക നിരത്തി, പുകഴ്ത്തി പറഞ്ഞ ആളുകൾ ഇപ്പോൾ കാമാമുണ്ടുന്നില്ല. മുല്ലപ്പൂ വിപ്ലവമില്ല, അറബ് വസന്തമില്ല. കാരണം തുടങ്ങിയിടത്ത് തുടങ്ങിയ മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടു. ശാന്തമായി നിലനിരുന്ന അക്രമമുണ്ടെങ്കിലും ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. തുണീഷ്യയിൽ തുടങ്ങിയ മുല്ലപ്പൂ വിപ്ലവം ഇന്ന് അവിടെ അവർ ഭരണത്തിലെത്തിയ ആളുകളെ, അതായത് സൈനുദ്ദീൻ ഇബ്നു അലി എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ശേഷം വന്ന ആളുകൾ, അവർ മാറിയെങ്കിൽ എന്ന് മുല്ലപ്പൂ വിപ്ലവം നടത്തിയ ആളുകൾ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ലോകത്തിന്റെ സ്ഥിതി. അത് പാടിപ്പുകഴ്ത്തിയവരാണ് ഇന്ന് ഗസയിലും വീമ്പിളക്കി ദിവസവും അബൂ ഉബൈദയുടെ വലിയ വാഗ്ധോരണികളുമായി വന്ന ആളുകൾ. ഇപ്പൊ അബൂ ഉബൈദയെ കാണാനില്ല, ഗംഭീര പ്രസംഗം കാണാനില്ല, വെടിവെക്കുന്നത് വിഡൽസ് കാണാനില്ല, ഒന്നും കാണാനില്ല. എവിടെ പോയി? ലീവിൽ പോയോ? എവിടെ പോയി എന്നറിയില്ല. ഇതാണ് ഗസയിലെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ബദറിൽ ജയിച്ച മുസ്ലിങ്ങൾ ഉഹദിൽ പരാജയപ്പെട്ടു. ഖുർആൻ വിശദീകരിക്കുന്നില്ല. ഖുർആൻ പറഞ്ഞ മറുപടി എന്താ? ഇത് നിങ്ങളുടെ കയ്യാൽ ഉണ്ടായതാണ്. ആരാണ് പറഞ്ഞത്? ഉഹദിലെ പരാജയം നിങ്ങളുടെ കയ്യാൽ. അതായത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പന കേൾക്കാത്തതുകൊണ്ട് ആദ്യത്തിൽ വിജയമുണ്ടായ ഉഹദിലെ സഹാബികൾക്ക് 2ാമത്തെ പകുതിയിൽ മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു. ഇതാണ് ഇവിടെയും കാരണം. ലോകത്തുള്ള പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ പറഞ്ഞു യുദ്ധത്തിന് പോകേണ്ടതില്ല, മുസ്ലിങ്ങളുടെ സാഹചര്യം അതിന് അനുകൂലമല്ല. പക്ഷേ സലഫികളായ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കാതെ ചാടി വീണ ആളുകൾ ഇന്നത്തെ ഗസയുടെ ചിത്രമാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. അപ്പോൾ ഇവിടെ അധമന്മാരായ ആളുകളാൽ ഉന്നതരാകേണ്ട വിശ്വാസികളുടെ 10,000-ങ്ങൾ കൊല്ലപ്പെടുകയും ലക്ഷങ്ങൾ നരകിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇതൊന്നും ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിലുള്ള എടുത്തുചാട്ടങ്ങളും കാരണങ്ങളുമാണ് ഇതിലേക്ക് എത്തിച്ചത് എന്ന കാര്യം നമ്മൾ ഓർത്തുക. നമുക്കിവിടെ ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക, എന്തെങ്കിലും തരത്തിൽ അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഗസയിലെന്നല്ല, ലോകത്തിന്റെ എവിടെയും ആക്രമിക്കപ്പെടുന്ന മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ സഹായം നൽകണമേ റഹ്മാനെ. അധമന്മാരായ അക്രമികളുടെ സ്വൽത്തനത്ത്, അവരുടെ ആധിപത്യവും അധികാരവും നീ ഇല്ലാതാക്കണമേ റഹ്മാനെ. അതില്ലാതാകാൻ നീ പറഞ്ഞ നിയമം വിശ്വാസികളിൽ ഉണ്ടാകാൻ
തഖ്വയും ഈമാനുമുള്ള അങ്ങനെ ഉന്നതന്മാരാകുന്ന പിന്നാക്കത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ മുന്നാക്കത്തിലേക്ക് എത്തുകയും അങ്ങനെ ലോകത്തെ ശത്രുക്കൾക്ക് മുന്നിൽ നിന്ന് പോരാടാൻ